വേനൽ ചൂടിനെ വെല്ലുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് കേരളം സാക്ഷിയായത്. കവലകളും കലുങ്കുകളും രാഷ്ട്രീയ വർത്തമാനങ്ങൾ കൊണ്ട് നിറഞ്ഞു. ദിവസം ഒന്ന് കഴിഞ്ഞാൽ വിധിയെഴുത്താണ്. പിന്നീട് നീണ്ട കാത്തിരിപ്പ്. ജൂണിലെ മഴയോടൊപ്പം ഇന്ത്യ ആര് ഭരിക്കുമെന്ന കനമുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കും. അവസാന ലാപ്പിൽ കലാശക്കൊട്ട ആവേശങ്ങളുമായി മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടർമാർ ചേരുന്നു. തൃശ്ശൂരിൽ നിന്ന് ലിഷോയും, പത്തനംതിട്ടയിൽ നിന്ന് അഭിലാലും, വടകരയിൽ നിന്ന് KV രാഹുലും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ആദ്യം ലിഷോയിലേക്ക് പോവാം. ലിഷോയ്, അതിഗംഭീരമായ പ്രചാരണം ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു. വൈകുന്നേരത്തോടുകൂടി കലാശക്കൊട്ടാണ്. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ അന്തരീക്ഷം? ഏറ്റവും കടുത്ത ത്രികോണപ്പോര് നടക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലം തൃശ്ശൂർ മണ്ഡലത്തിൽ ഇന്നിപ്പോൾ കൊട്ടിക്കലാശം നടക്കാനിരിക്കെ എല്ലാ മുന്നണികളും അവസാനവട്ട വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള പരസ്യ പ്രചാരണത്തിലാണ്. സുരേഷ് ഗോപിയും അതുപോലെ തന്നെ സുനിൽകുമാറും മുരളീധരനും വിവിധ ഇടങ്ങളിൽ രാവിലെ മുതൽ തന്നെ പ്രചാരണ രംഗത്തുണ്ട്. ഉച്ചയ്ക്ക് ശേഷം, അതായത് 3 മണി മുതൽ എല്ലാ പാർട്ടികളും ഒരു റാലിയോടുകൂടി തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുകയാണ് ചെയ്യുക. അവിടെയാണ് കൊട്ടിക്കലാശം ഉൾപ്പെടെയുള്ളവ നടക്കുക. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം TN പ്രതാപനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പിച്ച ഘട്ടത്തിലാണ് പിന്നീട് മുരളീധരൻ്റെ വരവ്. അതിനു മുൻപേ തന്നെ VS സുനിൽകുമാറും സുരേഷ് ഗോപിയും പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. എന്തായാലും ആ പ്രചാരണ രാഷ്ട്രീയ ചർച്ചകൾ ഏറെ നടന്ന ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത്. കരുവന്നൂർ വിഷയവും അതുപോലെ തന്നെ നിലവിലെ MP-യുടെ വികസന പ്രവർത്തനങ്ങളും കൂടാതെ ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമെല്ലാം തന്നെ വലിയ തോതിൽ ചർച്ചയായ ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ മണ്ഡലം. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ വോട്ടർമാർ ഏത് നിലയ്ക്ക് ചിന്തിക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ആർക്കും ഒരു വലിയൊരു മേൽക്കൈ ഇല്ലാത്തൊരു മണ്ഡലം കൂടിയാണ്. അതായത് 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം പ്രചാരണ പരിപാടികൾ നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ 3 പേർക്കും ഒരുപോലെ വിജയപ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തൃശ്ശൂർ മണ്ഡലത്തിൽ ഉയർത്തിക്കാണിക്കുന്നത്. ഒരു സർവേകളിലും ഒരു വ്യക്തമായ മേൽക്കൈ ഒരു മുന്നണികൾക്കും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പ്രഖ്യാപനം. എങ്കിൽ പോലും ഓരോ മുന്നണികളും വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ്. അപ്പോഴേക്കും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. എത്ര ശതമാനം പോളിംഗ് ആണ്, ആരൊക്കെയാണ് ആവേശത്തിൽ എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. പിന്നെയും കാത്തിരിപ്പാണ്. നമുക്ക് ഇനി അഭിലാലിലേക്ക് പോവാം. അഭിലാലെ, പത്തനംതിട്ട എല്ലാവരും ഉറ്റുനോക്കുന്നൊരു മണ്ഡലമാണ്. കാരണം അനിൽ ആന്റണി അടക്കമുള്ളവരാണ് മത്സരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത്തവണ അക്കൗണ്ട് തുറക്കും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് BJP. പത്തനംതിട്ടയിൽ പ്രചാരണം എങ്ങനെ പോകുന്നു? പ്രചാരണത്തിന് ഏറ്റവും കൂടുതൽ ദിവസം ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന് അവസാന നിമിഷത്തിലേക്ക് അടുക്കുകയാണ്. വൈകുന്നേരം 6 മണിയോടുകൂടി പത്തനംതിട്ട ടൗണിലാണ് വിവിധ മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും കൊട്ടിക്കലാശത്തിനുള്ള വേദിയായി മാറുന്നത്. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി തന്നെ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്നായി മുന്നണി പ്രവർത്തകരും അതോടൊപ്പം തന്നെ രാവിലെ ഓട്ടപ്രദർശനത്തിലായിരുന്ന സ്ഥാനാർത്ഥികളുമൊക്കെ തന്നെ എത്തിച്ചേരും പത്തനംതിട്ട കേന്ദ്രീകരിച്ച്. 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കും അവരുടെ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ ഇതര സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകൾക്കും അനുഭാവികൾക്കുമൊക്കെ തന്നെ സമ്മേളിക്കുന്നതിനായി പ്രത്യേക സ്ഥലം ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. അബാൻ ജംഗ്ഷൻ മിനി സിവിൽ സ്റ്റേഷൻ ഭാഗത്തെ റോഡാണ് UDF-നായി അനുവദിച്ച് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് അബാൻ ജംഗ്ഷൻ റോഡ് LDF-നും അതോടൊപ്പം മുത്തൂറ്റ് ആശുപത്രി അബാൻ ജംഗ്ഷൻ റോഡിലേക്ക് NDA പ്രവർത്തകരും സമ്മേളിക്കും. മറ്റ് സ്ഥാനാർത്ഥികൾക്കും അവരെ അനുകൂലിക്കുന്ന ആളുകൾക്കും കണ്ണങ്കര അബാൻ ജംഗ്ഷൻ ഭാഗമാണ് ഉപയോഗിക്കാനുള്ളത്. വൈകുന്നേരം ഒരു 4 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് ടൗണിൽ വലിയ ഗതാഗത തിരക്കിന് സാധ്യതയുണ്ട് എന്നതിനാൽ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും കോന്നി ഭാഗത്തു നിന്നും റാന്നി മേഖലയിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് റിംഗ് റോഡ് അടക്കമുള്ള പ്രദേശങ്ങൾ ചുറ്റി സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. മുന്നണി സ്ഥാനാർത്ഥികളും അവരുടെ അനുഭാവികളും മുഖാമുഖം കാണുന്നുണ്ട് എങ്കിൽ പോലും ഒരു നിശ്ചിത അകലം പാലിക്കാൻ വേണ്ടിയുള്ള തരത്തിലുള്ള ക്രമീകരണങ്ങൾ പോലീസും ഏർപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവസാന മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ പിന്തുണ തങ്ങൾക്കാണ് എന്ന് വരുത്തിക്കൊണ്ട്. ശരി അഭിലാൽ, പത്തനംതിട്ടയിൽ അതാണ് അവസ്ഥയെങ്കിൽ ഇനി വടകരയിലേക്ക് പോവാം. അവിടെ KV രാഹുലുണ്ട്. രാഹുലെ, വടകരയിലും ഈ പറഞ്ഞതുപോലെ അതിശക്തമായ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയും അവസാന ഘട്ടത്തിലേക്ക് എടുക്കുകയാണല്ലോ പ്രചാരണവും അതിൻ്റെ തിരക്കും ചൂടുമൊക്കെ. എങ്ങനെയുണ്ട് അവിടെ? കടുത്ത പോരാട്ടം നടക്കുന്ന വടകരയിൽ ആവേശം പാരമ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് 3 സ്ഥാനാർത്ഥികളും. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ രാവിലെ നാദാപുരം മണ്ഡലത്തിൽ നിന്ന് റോഡ് ഷോയായാണ് പ്രചരണം ആരംഭിച്ചത്. ചെറു കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് റോഡ് ഷോയിലൂടെ മുന്നേറുകയാണ് ഷാഫി പറമ്പിൽ.
LDF സ്ഥാനാർത്ഥി KK ശൈലജ കൊയിലാണ്ടിയിൽ നിന്ന് റോഡ് ഷോയാണ്. അതായത് 3 സ്ഥാനാർത്ഥികളും റോഡ് ഷോയിൽ തന്നെയാണ്. KK ശൈലജ കൊയിലാണ്ടിയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. വടകര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു ഓട്ടപ്രദക്ഷിണം എന്ന രീതിയിൽ റോഡ് ഷോ നടത്തുകയാണ് ശൈലജ. പ്രഫുൽ കൃഷ്ണനും റോഡ് ഷോയിൽ തന്നെയാണ്. 3 സ്ഥാനാർത്ഥികളുടെയും കലാശക്കൊട്ട് എന്നത് തലശ്ശേരിയിലാണ്. അതായത് മണ്ഡലത്തിലൂടെ ഒന്ന് സഞ്ചരിച്ച് നേരെ തലശ്ശേരിയിലേക്ക് പോവുക, അവിടെ കലാശക്കൊട്ട് നടത്തുക എന്നുള്ളതാണ്. ഷാഫി പറമ്പിലിൻ്റെ കൊട്ടിക്കലാശം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും KK ശൈലജയുടേത് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തുമാണ് തലശ്ശേരിയിൽ നടക്കുന്നത്. എന്തായാലും വടകരയിലെ ആവേശം, വോട്ടർമാരുടെ ആവേശം അത് വളരെയേറെ തന്നെയാണ്. ശക്തമായ രാഷ്ട്രീയം, അതിനൊപ്പം തന്നെ അവസാന നിമിഷങ്ങളിലും തുടരുന്ന വ്യക്തി അധിക്ഷേപ ചർച്ചകൾ, അത് സംബന്ധിച്ച ആക്രമണ പ്രത്യാക്രമണങ്ങൾ, അതൊക്കെ വടകരയുടെ ആവേശം പരമാവധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്, വോട്ടർമാരുടെ ഊർജം കൂട്ടിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഷാഫി പറമ്പിൽ KK ശൈലജയ്ക്കും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരിക്കുകയാണ്. അതായത് തന്നെ അനാവശ്യമായി ഈ വ്യക്തി അധിക്ഷേപ ചർച്ചകളിലേക്ക് വലിച്ചു രാഹുൽ